ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വീണ്ടും കെൻസി ലൈഫ് സ്റ്റൈലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ചിക്കൻ കടായി റെഡിയാക്കാമെന്നാണ്. വളരെ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനലിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട, ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ആദ്യം 3 തക്കാളി വേണം, പിന്നെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കം, പിന്നെ 4 വലിയ ഉള്ളി, കുറച്ച് ചപ്പ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കഴുകി വെച്ച് ക്ലീൻ ആക്കിയ ചിക്കൻ, ഇഞ്ചി പേസ്റ്റ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇനി 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് നാരങ്ങനീര്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ച ചിക്കനാണിത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് കിട്ടണം. ഇനി നമുക്ക് കടായി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ചോപ്പ് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത തക്കാളി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി 2 മിനിറ്റ് വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഇടാവുന്നതാണ്. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അടിയിൽപ്പെട്ട വെജിറ്റബിൾസ് എല്ലാം ഇതിൻ്റെ മേലെ സ്പ്രെഡായി കൊടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന കുറച്ച് ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കണം. അപ്പോൾ ഫൈനലി നമ്മൾ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു മേക്ക്. നമുക്ക് പൊറോട്ടയിലേക്കും ചപ്പാത്തിയിലേക്കും എല്ലാം മാച്ചായിട്ടുള്ളൊരു കടായിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.